Good morning, dear students. So today we are going to deal with two poems. The first one is by Margaret Atwood. So let's study a bit about her. Margaret Eleanor Atwood was born in 1939. She is a Canadian poet, novelist, literary critic, essayist, teacher, and environmental activist. See, she is not just a poetess. She is also very many things, including a very concerned environmental activist. Okay, so she came to public attention as a poet in the 1960s with her collections Double Persephone and The Circling Game. Her works encompass a variety of themes, including the contrast between life and art, natural and human creations, gender and identity, religion and myth. അപ്പോൾ പുള്ളിക്കാരുടെ വർക്ക്സിൽ ഒരുപാട് തീംസ് വരാറുണ്ട്. വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള തീംസാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്, ആൻഡ് ഇൻക്ലൂഡിങ് ദിസ് പോം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുള്ളിക്കാരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും എന്നല്ല, പുള്ളിക്കാരുടെ വർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറൻ്റ്ലി ഒരു ഫേമസ് സീരീസ് ഉണ്ട്, ദ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ എന്ന് പറഞ്ഞിട്ട്. ആമസോണിലുണ്ട്, ഹുലു ഒറിജിനലാണ്, ബട്ട് ആമസോണിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. വൺ ഓഫ് ദി മോസ്റ്റ് ദ ബെസ്റ്റ് സീരീസ് കറൻ്റ്ലി റണ്ണിങ്. അപ്പോൾ ആ പെർട്ടിക്കുലർ സീരീസ് വാസ് ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം മാർഗരറ്റ് ആറ്റ്വുഡ്സ് റൈറ്റിംഗ് ഓഫ് ദ സെയിം ടൈറ്റിൽ. അപ്പോൾ അതുപോലത്തെ വളരെ കോൺഫ്ലിക്റ്റിങ്, വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇന്നത്തെ ഒരു ഏജിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റിലവൻ്റ് ആയിട്ടുള്ള റൈറ്റിങ്സ് എഴുതിയിട്ടുള്ള ആളാണ് ആറ്റ്വുഡ്. ഓക്കെ, പുള്ളിക്കാരുടെ റൈറ്റിങ്സൊക്കെ നിങ്ങൾ ഇതിൽ കൂടുതൽ വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. നൗ ഈ പറഞ്ഞ വരുന്ന കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുമ്പോൾ ലൈഫ് ആൻഡ് ആർട്ട്, ഓക്കെ, ദെൻ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ക്രിയേഷൻസ്, അതാണ് ലൈഫ് ആൻഡ് ആർട്ട് സെയിം ഒരേപോലെ തന്നെയാണ്. ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി, പുള്ളിക്കാരുടെ ഒരുപാട് വർക്ക്സിൽ നമ്മൾ കാണുന്ന തീമാണ് ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹെർ ബുക്സ് ഹാവ് റിസീവ്ഡ് വൈഡ് സ്പ്രെഡ് ക്രിട്ടിക്കൽ അക്ലെയിം ആൻഡ് ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് ലിറ്റററി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ ബുക്കർ പ്രൈസ് ഇൻ 2000 ഫോർ ദ ബ്ലൈൻഡ് അസാസിൻ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. പുള്ളിക്കാരുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന വർക്ക്സ് ഡബിൾ പെർസിഫനി ആൻഡ് ദ സർക്ലിംഗ് ഗെയിമും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബുക്കർ പ്രൈസ് ഇൻ 2000 ഫോർ ദ ബ്ലൈൻഡ് അസാസിൻ, ഇതും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ബിക്കോസ് you shall get some kind of questions from that, 1 mark question from that. Now Atwood in her works constantly pits civilization against the wilderness surrounding it. അപ്പോൾ നമ്മുടെ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിവിലൈസേഷൻ, അതാണ് നമ്മൾ മറ്റത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, വിൽഡർനെസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതിന് ബാഡ് ആൻഡ് സിവിലൈസേഷൻ ഇസ് ഗുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക, ആൻഡ് വി ലിവ് ദാറ്റ് ടു. ബട്ട് പുള്ളിക്കാരി അതേപോലെ തന്നെ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ്, ലൈക്ക് സിവിലൈസേഷൻ ഓൺ വൺ സൈഡ് ആൻഡ് വിൽഡർനെസ് ഓൺ ദ അതർ സൈഡ്, ഇതിനെ വെച്ചൊന്നൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പിക്ചർ നമുക്ക് കോൺസ്റ്റൻ്റ്ലി തരുന്ന ഒരാളും കൂടെയാണ് ആറ്റ്വുഡ്. ഇൻ ജേർണി ടു ദ ഇൻറ്റീരിയർ ഷീ portrays how this wilderness extends to the inner terrains of human mind and how many have been here but only some have returned safely. See, നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നതന്നെ അത്രയും ഏതൊരു ഫോറസ്റ്റ് വിൽഡർനെസ് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലാ വിൽഡർനെസ് എന്ന് പറയുന്നത്. വൺസ് ഈ കൊടുങ്കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജപ്പാനിലെ ഒരു ഫേമസ് ഫോറസ്റ്റ് ഉണ്ട്, ദ വാസ് എ മൂവി ബേസ്ഡ് ഓൺ ദാറ്റ്. ലൈക്ക് അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മിത്തുണ്ട്. അപ്പോൾ അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ സപ്പോസ്ലി നമ്മൾ അതിനുള്ളിലോട്ട്, നമ്മുടെ മനസ്സിനുള്ളിലോട്ട് തീരെ ആഴ്ന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്ര വിൽഡർനെസ് നിറഞ്ഞതാണ് നമ്മുടെ മനസ്സ്. ആ രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത്. And this poem describes the human psyche by comparing it to the Canadian environmental landscape. Okay, and ഈ പോത്തിൽ പുള്ളിക്കാരി ഹ്യൂമൻ മൈൻഡിനെ, ആ സൈക്കി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സോൾ ഓർ മൈൻഡ്, ഓക്കെ, ഷീ കമ്പയർസ് ഇറ്റ് ടു ദ കനേഡിയൻ എൻവയോൺമെൻറ്റ്. സി, നിങ്ങൾ കാനഡയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പലയിടത്തും കണ്ടിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. കനേഡിയൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര റഫ് ടെറൈനാണ്. എന്ന് വെച്ചാൽ ദർ ആർ ഹിൽസ്, ദർ ആർ മൗണ്ടെയിൻസ്, പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ്സ് എല്ലാം നിറഞ്ഞ് ഭയങ്കര റഫ് ആൻഡ് റോക്കി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി റോക്കി അല്ല, സ്റ്റിൽ അങ്ങനത്തെ ഒരു പ്ലേസാണ് ശരിക്കും പറഞ്ഞാൽ കനേഡിയൻ ലാൻഡ്സ്കേപ്പ്. നിങ്ങൾക്കറിയാം ഭയങ്കര തണുപ്പും, മീൻസ് 2 സെക്ഷൻ എടുത്തിരിച്ചാൽ ഒരു വലിയ വിഭാഗം സ്ഥലത്തും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പും ഒക്കെ ഉള്ള ഒരു പ്ലേസാണ്. റഫായിട്ട് നമുക്ക് സാധാരണ പോലെ നമുക്ക് ജീവിക്കാൻ
പറ്റാത്തൊരു പ്ലേസാണ്. അത്രമാത്രം എമിനിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് കാനഡ പോലുള്ള പ്ലേസിൽ. പക്ഷേ സോ ആ കനേഡിയൻ ലാൻഡ്സ്കേപ്പ്, അത്രയും റഫായിട്ടുള്ള ആ കനേഡിയൻ ലാൻഡ്സ്കേപ്പുമായിട്ടാണ് പുള്ളിക്കാരി ഒരു ഹ്യൂമൻ സൈക്കിയെ കമ്പയർ ചെയ്യുന്നത്. ദ പോം സജസ്റ്റ് ദാറ്റ് ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ഈസ് നോട്ട് എ സിമ്പിൾ പോയിന്റ് ടു പോയിന്റ് ജേർണി. അപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് എന്നതുപോലെ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല, അത്ര എളുപ്പമല്ല എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ദ ഡയറിങ് ട്രാവലർ മസ്റ്റ് സ്ട്രെച്ച് ത്രൂ സെവറൽ ഡീവിയസ് റൂട്ട്സ് ഇൻ ഓർഡർ ടു മേക്ക് സം ഹെഡ് വേ. ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട്സിലൂടെ പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട്സിലൂടെയൊക്കെ തന്നെ പോയാലേ മതിയാകത്തുള്ളൂ. ആൻഡ് ദർ ആർ നോ ഡെസ്റ്റിനേഷൻസ്. അത് തിങ് ഈസ് ദാറ്റ് നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മുടെ ഈ പോലോ കെല്ലയുടെയൊക്കെ തന്നെ സ്റ്റോറി പറയുന്ന പോലെ ദർ ഇസ് എ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ പോകുന്നു കാണിക്കാം. ദാറ്റ് ഈസ് ട്രൂലി നോട്ട് റൈറ്റ്. ഓക്കെ, അങ്ങനെയല്ല. നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ ശരിക്കും പറയാം, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ ട്രൂ ഡെസ്റ്റിനേഷൻ. അത് ആറ്റ്വുഡ് പറയുന്നത് വളരെ കറക്റ്റാണ്, അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ, at the end of such a journey. Okay, so let's read the poem and understand it. So the poem's title is Journey to the Interior. Okay, അപ്പോൾ ഇവിടെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ ഒരു നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന് ഈ ബൗണ്ടറീസ് ഉണ്ട്, ബൗണ്ടറീസ് ആൻഡ് ദെൻ ദ മെയിൻ ലാൻഡിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതിന് നമ്മൾ ഇൻറ്റീരിയർ, ജേർണി ടു ദ ഇൻറ്റീരിയർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അവിടെ പുള്ളിക്കാർ യൂസ് ചെയ്തിരിക്കുന്നത്. ദ സെയിം ടൈം ജേർണി ടു ദ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ പുള്ളിക്കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് എന്നും കൂടെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് ടൈറ്റിലിനെ കുറിച്ച് പറയുന്നത്. ജേർണി ടു ദ ഇൻറ്റീരിയർ മീൻസ് ഗോയിങ് അല്ലെങ്കിൽ ട്രാവലിംഗ് ത്രൂ ദ ഇൻറ്റീരിയർ പാർട്സ് ഓഫ് എ ലാൻഡ്, അറ്റ് ദ സെയിം ടൈം ട്രാവലിംഗ് ത്രൂ ഓർ going through our own mind. Okay, അതാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. Now the poem, there are similarities. I notice that the hills which the eyes make flat as a wall, welded together, open as I move to let me through, become endless as prairies, that the trees grow spindly, have their roots woven in swamps, that this is a poor country, that a cliff is not known as rough except by hand and is therefore inaccessible. Mostly the travel is not the easy going. Okay, see, she can see similarities between the rough exterior of the Canadian landscape and her own mind. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളും അതുപോലെ തന്നെ പുറമേ കാണുന്ന റഫ് ആയിട്ടുള്ള കനേഡിയൻ ലാൻഡ്സ്കേപ്പും, ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റീസ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരി പോയം തുടങ്ങുന്നത്. ദ ഹിൽസ് വിത്ത് ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വോൾ. വെൻ വി ലുക്ക് അറ്റ് എ ഹിൽ ഇറ്റ് ലുക്സ് ഫ്ലാറ്റ് അല്ലേ, എന്ന് വെച്ചാൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മുടെ ഒരു പിക്ചർ പോലെ അങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചിരിക്കുക. ഇറ്റ് ലുക്സ് ഫ്ലാറ്റ് ആസ് എ വോൾ, വെൽഡ് ടുഗെദർ, ആൻഡ് ഓഫ് കോഴ്സ് പല ഹിൽസ് അങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. Open, and when I open my eyes as I move to let me through, and when I go through that hill, not through over the hill, it become endless as. See, usually ഒരു ഹിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രയറി മീൻസ് പ്ലെയിൻസ് പോലെ കിടക്കുന്ന പ്ലേസസ് ഒക്കെ പൊതുവെ എന്താ പൊതുവെ നമ്മുടെ ഏർത്തിൽ കാണുന്നൊരു സീനാണ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ. അതായത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും എന്താ സംതിങ് ഇറ്റ് വിൽ ലുക്ക് ഫ്ലാറ്റ്. ഓക്കെ, ഒന്നുമില്ലല്ലോ, ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, പ്ലെയിൻ ആയിട്ടായിരിക്കും കിടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരൻ. എന്ന് വെച്ചാൽ കനേഡിയൻ ലാൻഡ്സ്കേപ്പിൽ ഇതേപോലെയാണ് ഒരു ഹിൽ ആൻഡ് ദർ ഇസ് എ പ്രയറി, ആൻഡ് ആ സെയിം തിങ് ആണ് പുള്ളിക്കാരിയും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം? ദ ട്രീസ് ഗ്രോ സ്പ്രിൻലി. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സ്പിൻലി എന്ന് പറഞ്ഞാൽ അത് തിന്നായിട്ടിരിക്കുന്നതാണ്. ഓക്കെ, അതായത് ട്രീസ് എല്ലാം തന്നെ എന്താ കുഞ്ഞായിട്ടൊക്കെ ഇരിക്കും, തിന്നായിരിക്കും. അപ്പോൾ നടക്കാനൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പ്ലേസ് കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഹാവ് ദെയർ റൂട്ട്സ് ഓഫൻ, ബട്ട് ഓഫ് കോഴ്സ് സ്പിൻലി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ റൂട്ട്സ് എല്ലാം എവിടെയാണ് അത് പിടിച്ചിരിക്കുന്നത്? സ്വാംസിലാണ്. സ്വാംസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എന്താ പറയുക, എനിക്കെൻ്റെ മലയാളം എനിക്ക് വരുന്നില്ല. നമ്മൾ മണ്ണിങ്ങനെ താന്നു പോകുന്ന, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മണ്ണ് താന്നു പോകുന്ന ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ. ഓക്കെ, ചതുപ്പ് സോറി. അപ്പോൾ ചതുപ്പ് പോലുള്ള പ്രദേശത്തിലാണ് ഈ സ്പിൻലി ആയിട്ടുള്ള തിങ്ങിനായിട്ടുള്ള എന്താ മരങ്ങളുടെയൊക്കെ വേര് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഓഫ് കോഴ്സ് നമ്മൾ അതിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ there are chances of us getting sucked in. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ്. നമുക്ക് പുറമേ നോക്കുമ്പോൾ it's just a plain land, a prairie, that's all. But once we travel through it, of course there are hidden dangers in it. And as rough that a cliff is not known as rough except by hand. ഇത് പുറമേ നോക്കുമ്പോഴത്തെ ഒരു ക്ലിഫ് അങ്ങനെയൊന്നും തന്നെ നമുക്ക് കാണാനൊന്നും പറ്റണമെന്ന് ഇല്ല. ബട്ട് ആസ് റഫ് എക്സെപ്റ്റ് ബൈ ഹാൻഡ് ആൻഡ് ഇസ് ദെയർ ഫോർ ഇൻ ആൻഡ് ഓഫ് കോഴ്സ് ഒരു ക്ലിഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻഅക്സസിബിൾ. നമുക്ക് കൊക്കയിലെടുത്ത് ചാടാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിന് അപ്പുറത്തുള്ള ആ ഒരു ജേർണിയിലോട്ട് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു ട്രാവൽ ത്രൂ ദ ലാൻഡ് ബിലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. മോസ്റ്റ്ലി ദാറ്റ് ട്രാവൽ ഇസ് നോട്ട് ദ ഈസി ഗോയിങ്. ആ ട്രാവലാണ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ ഈസി ഗോയിങ് അല്ലാത്തത്. ഓക്കെ, so this is about an internal journey which is contrasted with traveling in the external environment. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലെ ജേർണിയുമായിട്ടാണ് ഈ ഇൻറ്റേർണൽ ജേർണി കമ്പയർ ചെയ്തിരിക്കുന്നത്. The first line states that there are similarities between the external geography and the human mind's inner geography. ഹ്യൂമൻ മൈൻഡ് ഇന്നർ ജോഗ്രഫിയും പുറമേയുള്ള എക്സ്റ്റേണൽ ജോഗ്രഫിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. The eyes define the scene as a wall to be broken, perhaps a flat wall, as scene only comes known when entered as at a personal level. ഒരു പേഴ്സണൽ ലെവലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു പേഴ്സണൽ ഫ്ലാറ്റ് വാളിന് നമുക്കൊരു മീനിങ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എൻ്റർ ഇറ്റ് എ പേഴ്സണൽ ലെവൽ. ഷീ സേസ് ദാറ്റ് എൻവയോൺമെൻറ്റ് ഇസ് എൻഡ്ലെസ് ആസ് പ്രയറീസ്. ആൻഡ് ആ ഒരു നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ പ്രയറീസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്താ ഇറ്റ് സീംസ് എൻഡ്ലെസ്. ഓക്കെ, പ്ലെയിൻ അറ്റ് സെയിം ടൈം endless as prairies, and it is poor country and not easily accessible. It is a poor country, not civilized enough to be easily accessible. ഇപ്പം കനേഡിയ ഇപ്പോൾ നമ്മുടെ ടൊറൻറ്റോ പോലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിലോ അവിടെയല്ല അവർ നിൽക്കുന്നത്. പകരം ആ കനേഡിയൻ ഇൻറ്റീരിയേഴ്സിലോട്ട് പോകുമ്പോൾ അവിടെ കാണുന്ന ഫോറസ്റ്റ് ലാൻഡ്സ്കേപ്സ് ഉണ്ട്. ഓക്കെ, അതേപോലത്തുള്ള ഈ ഒട്ടും തന്നെ ആക്സസിബിൾ അല്ലാത്ത പ്ലേസിന് സമാനമായ ആണ് നമ്മുടെ മൈൻഡ് എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ദ ട്രാവൽ ഇൻ ടു ദ ഇൻറ്റീരിയർ മൈൻഡ് ഇസ് നോട്ട് ദാറ്റ് ഈസി ആസ് വൺ തിങ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. നേരത്തെ പറഞ്ഞില്ലേ, സ്വാംസ് പോലെയൊക്കെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഡേഞ്ചേഴ്സ് അതിനുള്ള ഉണ്ടായിരിക്കും. And to get to know yourself, who you really are, is perhaps a difficult and endless task. And നമ്മളിപ്പോൾ see, there are times that if we know ourselves, our life could be much better, much better. നമുക്കൊരു പോസിറ്റിവിറ്റി അതിൽ നിന്ന് ഒരുപാട് വരും. കാരണം നമ്മളെ മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളെപ്പോഴും മറ്റുള്ളവരിലെ അക്യൂസേഷൻസ് കൂട്ടാനാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽസ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഡു. പക്ഷേ ഒരു 95% ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ടു നോ വൺ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മുടെ പോയറ്റസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഹു യു റിയലി ആർ ഇസ് പെർഹാപ്സ് എ ഡിഫിക്കൽട്ട് ആൻഡ് എൻഡ്ലെസ് ടാസ്ക്. നമ്മൾ അങ്ങനെ അറിയാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഈസിലി നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആ ഒരു പുറമേ ഉള്ള നമ്മൾ സൊസൈറ്റിയെ കാണിക്കുന്ന ആ ഒരു മുഖം മാത്രമായിരിക്കും നമുക്കറിയാം. നമ്മളിങ്ങനെയാണ് എന്ന് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കും അറിയാം ചിലപ്പോൾ അത് മാത്രമായിരിക്കും. നമ്മൾ ശരിക്കും ആരാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും തന്നെ പ്രൂവ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് ദിസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ദ ജേർണി. സോ ഹോപ്പ്ഫുള്ളി ദ കൺട്രി വിൽ ഇംപ്രൂവ് വിത്ത് travel. Okay, so ഇതൊരു ജേർണിയുടെ സ്റ്റാർട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഷീ തിങ്സ് ഓർ ഷീ ഹോപ്സ് ദാറ്റ് ദ ജേർണി വിൽ ബി ഈസി ഹിയർ ഓൺ. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിങ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലായി. ബട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ഇനിയും കൂടുതൽ ഞാൻ എന്നെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. But it is interesting that the cliffs cannot be seen for what they are except at a very base level. ക്ലിഫ്സിനെ കാണാൻ പറ്റുന്നില്ല, നേരെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്താ മീൻസ് അവ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ചെയ്യുന്ന ആബിസ് പോലുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ടായിരിക്കും. ഓക്കെ, വിച്ച് നമുക്ക് അങ്ങനെ ഈസിലി എന്നല്ല നമുക്കൊട്ടും തന്നെ ആക്സസിബിൾ അല്ലാത്ത പ്ലേസസും ഉണ്ടാവും. അത്ര ഡാർക്ക് ആൻഡ് ഡീപ്പായിട്ടുള്ള പ്ലേസസും നമ്മുടെ മനസ്സിൽ ഉണ്ട്. Now the second stanza, from point to point a dotted line on a map, location plotted on a square surface, but that I move surrounded by a tangle of branches, a net of air, and alternate light and dark at all times, that there are no destinations apart from this. Okay, see, imagine herself in a very congested forest. അതായത്
ഭയങ്കര മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന, നല്ല വലിയ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന, വെളിച്ചമൊക്കെ വല്ലപ്പോഴും മാത്രം അകത്തേക്ക് അടിക്കുന്ന രീതിയിലുള്ള ഒരു ഫോറസ്റ്റിനുള്ളിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ടെറൈനിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വഴി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നും ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും ഇതേപോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് പറയുന്നത് ഫ്രം പോയിന്റ് ടു പോയിന്റ് a dotted line on a map. She is comparing this journey to a real life journey. It's not like, she is saying that it's not like we are looking at a map. ഒരു മാപ്പിൽ നോക്കി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അതെ ഇവിടെ നിന്ന് അതുവരെ പോയാൽ മതി, 2 പോയിന്റ് കാണിച്ചിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് അതിൻ്റെ മാർക്സ് അതിൻ്റെ നമ്പേഴ്സും ഒക്കെ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് മുതൽ ഇന്ന പോയിന്റ് വരെ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് പോലെ അല്ല ശരിക്കുള്ള ജേർണി. ഓക്കെ, ഇറ്റ്സ് റാദർ ടഫ് ആൻഡ് റഫ്. ദാറ്റ് ഐ മൂവ്സ് ആണ്. പക്ഷേ അങ്ങനെയാണ് നമുക്ക് മാപ്പിൽ കാണുമെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ആലോചിക്കും, എന്ത് ചുമ്മാ അങ്ങ് ചിന്തിച്ചാൽ പോരെ എന്ന് വിചാരിക്കുന്നത് പോലെ അല്ല ശരിക്കുള്ള ചിന്ത. നമ്മളെക്കുറിച്ച് എന്നല്ല, നമ്മുടെ ഉള്ളിലേക്കുള്ള ചിന്തകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ആസ് ഷീ മൂവ്സ് അറൗണ്ട്, വെൻ ഷീ മൂവ്സ് ഷീ സറൗണ്ടഡ് ബൈ എ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കെട്ടിവെണഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. ആൻഡ് ഹെറ്റ് ഓഫ് എയർ ആൻഡ് ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക്, പ്രിപ്പറേറ്റഡ് ഡാർക്ക്, കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ് ഉണ്ടാവും, കംപ്ലീറ്റ്ലി ചിലയിടത്ത് ലൈറ്റ് ആയിരിക്കാം. ആൻഡ് അറ്റ് ഓൾ ടൈംസ് ദർ ആർ നോ ഡെസ്റ്റിനേഷൻസ് അപ്പാർട്ട് ഫ്രം ദിസ്. ഓക്കെ, ആൻഡ് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനും ഇല്ലാത്ത ഒരവസ്ഥയാണത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ജേർണിയിലോട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ കംപ്ലീറ്റ് ഡെസ്റ്റിനേഷൻ ദർ. ഓക്കെ, so at first it will look like a point on a map and would seem like easy to navigate with all the latitude and longitude marks. ആദ്യം നോക്കുമ്പോൾ നമ്മൾ മറ്റേ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് തോന്നും, ഇന്ന പോയിന്റിൽ നിന്ന് ഇന്ന പോയിന്റ് വരെ പോയാൽ പോരെ നമ്മൾ മാപ്പിൽ നോക്കിയൊക്കെ പറയുന്ന പോലെ ഇരിക്കും. ബട്ട് ഇൻ റിയാലിറ്റി ദ ജേർണി ടു വൺസ് ഇന്നർ സൈക്കി ഫീൽസ് ലൈക്ക് മൂവിങ് ഇൻസൈഡ് എ റഫ് ആൻഡ് അൺഎക്സ്പ്ലോർഡ് ഫോറസ്റ്റ്. ഭയങ്കര റഫ് ആൻഡ് അൺഎക്സ്പ്ലോർഡ്, ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത ആ ഒരു ഫോറസ്റ്റിനുള്ളിൽ നീങ്ങുന്നത് പോലെ ആയിരിക്കും ശരിക്കുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലോട്ടുള്ള ആ ഇന്നർ സൈക്കിലോട്ടുള്ള ജേർണി എന്ന് പറഞ്ഞാൽ. ഡെസ്റ്റിനേഷൻ ഇസ് അൺനോൺ എക്സെപ്റ്റ് ടു ബി വേഗ് ആസ് എ ഡോട്ടഡ് ലൈൻ ബിറ്റ്വീൻ പോയിന്റ്സ് ആണ് ഓൺ എ മാപ്പ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, വേഗാണ്. നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു പോയിന്റ് പറയാൻ പറ്റില്ല ദാറ്റ് ദിസ് ഈസ് ദ എക്സാക്ട് പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ട്രാവൽ. The endless light and dark could relate to both day and night as well as emotional highs and lows. നമ്മുടെ ജീവിതത്തിലെ ഇമോഷണൽ ആയിട്ടുള്ള ഹൈസ് ആൻഡ് ലോസ്, നിങ്ങൾ ഇൻസൈഡ് ഔട്ട് പോലുള്ള മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ തിങ് നമ്മുടെ വിഷമം എന്ന് പറയുന്നത് പോലും നമ്മുടെ ഹാപ്പിനെസ് റിലേറ്റഡ് ആണ്. അങ്ങനത്തെ മെമ്മറീസ് പോലും നമ്മുടെ എക്സിസ്റ്റൻസിനെ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ സാഡ്നെസ്, ആംഗ്രി മൊമെൻറ്റ്സ്, ആങ്സ്, നെർവസ് ഇൻസ്റ്റൻസസ്, ഹാപ്പിനെസ് ഇറ്റ് സെൽഫ്, ഇതെല്ലാം തന്നെ എല്ലാം കൂടി ചേർന്നാണ് നമ്മളാവുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെയുമുണ്ട്. ദർ ആർ അപ്സ് ആൻഡ് ദർ ഡൗൺസ്, ദർ ഇസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ അവർ ലൈഫ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഞാൻ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മളാവുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. So I guess when we start any internal search, we have little idea of what might be revealed. She says that നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് മുന്നിൽ വരിക, എന്താണ് നമുക്ക് മുന്നിൽ റിവീൽ ചെയ്യുക, നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തുകൊണ്ടൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും. നമ്മൾ കണ്ടില്ലേ, ലൈക്ക് ആൽക്കഹോളിസം ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ട് അയാൾ ആൽക്കഹോളിക്കായി, അയാൾ എന്തിനാണ് പിന്നെയും കുടിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ഒരു പക്ഷേ അയാളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ല. അയാൾ തന്നെ ജസ്റ്റ് ഒരു പ്ലെഷർ എന്നുള്ള രീതിയിൽ പറയുമായിരിക്കും. ദ ആക്ച്വൽ തിങ് ഈസ് ദാറ്റ് he might be doing it because he feels lonely, or he is sad, or he thinks that he could, he is into these illusions because it could give him more pleasure than in his real life. Okay, ഇങ്ങനെയുള്ള ചിന്ത വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അയാൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ we have to go through this journey. Okay, അപ്പോൾ ആദ്യം ഈസി ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ we won't have any idea about what might be revealed in this journey, and again it is a difficult journey to untangle, and of course നമ്മൾ പോകുന്നതോറും ഡിഫിക്കൽട്ട് ആയിട്ടാണ് വരിക. Now there are differences, of course. See, ആദ്യം തുടങ്ങിയപ്പോൾ എന്താ പറയുക, there are similarities എന്ന് പറഞ്ഞാൽ തുടങ്ങി, ഓർമ്മയില്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, there are differences as well. ഡിഫറൻസസ് ഉണ്ട്,
സിമിലാരിറ്റീസ് ഉണ്ട്, നേരത്തെ സിമിലാരിറ്റീസ് കാണും, ജേർണി തുടങ്ങിയപ്പോൾ ഐ ക്യാൻ സീ ദറ്റ് സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞത്. ബട്ട് വൺസ് ഷീ ഹാസ് സ്റ്റാർട്ടഡ് ദ ജേർണി ആൻഡ് ദാറ്റ് ഷീ ഹാസ് റിവീൽ സം തിങ്സ് ഓർ ഷീ ഹാസ് അണ്ടർസ്റ്റുഡ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ജേർണി, ഷീ സീംസ് ടു നോ ഓർ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്. ഓക്കെ, ആ ഡിഫറൻസസ് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ദ ലാക്ക് ഓഫ് റിലയബിൾ ചാർട്ട്സ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള നമ്മൾ കനേഡിയൻ ലാൻഡ്സ്കേപ്പ് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ദർ ആർ റിലയബിൾ ചാർട്ട്സ്. ഓക്കെ, അത് നമുക്ക് നോക്കി ഇന്ന ഇടത്ത് പോയി കഴിഞ്ഞാൽ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ഇവിടെ എന്താ പറ്റുക, there are no reliable charts to go through this journey into your mind. And more important, the distraction of small details. Okay, see, നമ്മൾ കനേഡിയൻ ലാൻഡ്സ്കേപ്പിലൂടെ പോകുമ്പോഴത്തേക്കും we won't see our personal items strewn across the whole landscape. നമ്മൾ ഒരിക്കലും തന്നെ എന്താ കനേഡിയൻ ഒരു ഫോറസ്റ്റിനിടയിലൂടെ പോകുമ്പോഴത്തേക്കും ഇതുവരെ നമ്മൾ അങ്ങോട്ട് ആരും കടന്നു ചെല്ലാത്ത ഒരു കാട്ടിനുള്ളിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഐറ്റംസ് അവിടെ ആയിട്ട് കിടക്കുന്നത് നമ്മൾ കാണുമോ? ഇല്ല. ഓക്കെ, ബട്ട് സീ ദ ഡിഫറൻസസ് ഹിയർ ഇസ് ദാറ്റ് ഷീ in the recess of her mind or in the forest that is her mind, okay, she can see these personal things strewn across. Okay, അതായത് അവിടെ ആയിട്ട് തന്നെ പേഴ്സണൽ ആയിട്ടുള്ള എന്താ തിങ്സ് അവിടെ ആയിട്ട് കിടക്കുന്നത് കാണാം, വിച്ച് റിമൈൻഡ്സ് ഹെർ ഓഫ് വിച്ച് ടോക്സ് അബൌട്ട് ദ മെമ്മറീസ് ഓഫ് എ മൈൻഡ്. ഓക്കെ, അത് ഓരോ പെർട്ടിക്കുലർ തിങ്സും ഇൻ അവർ മൈൻഡ് ഇറ്റ് റിമൈൻഡ്സ് ഹെർ ഓർ വൺ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ മെമ്മറി. ഓക്കെ, ഇപ്പം നമ്മൾ പിന്നുള്ളിൽ പറയാൻ നോക്കിക്കോളൂ. മോർ ഇമ്പോർട്ടൻറ്റ് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ കാട്ടിനുള്ളിൽ ശരിക്കുള്ള കാട്ടിനുള്ളിൽ കൂടെ പോകുമ്പോഴത്തേക്കും there won't be much ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാവും, പക്ഷെ പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതാണ് അവിടെ പറയേണ്ടത്. യു ഷൂ among the brambles under the chair, like for example, നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോഴത്തേക്കും എന്താ ചിലപ്പോൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസിലൊന്ന് ഷൂ among the brambles under the chair. ഓക്കെ, ചെയറിൻ്റെ കീഴെ കിടക്കുന്ന ഷൂ അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. വേറെ ഷുഡിൻ ബി, അത് അവിടെ അല്ല കിടക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് ഡിസ്ട്രാക്ട് ചെയ്യും. ദെൻ ലൂസൺ വൈറ്റ് മഷ്റൂംസ് ആൻഡ് എ പാറിംഗ് നൈഫ് ഓൺ ദ കിച്ചൺ ടേബിൾ. ഓക്കെ, വൈറ്റ് മഷ്റൂംസ് വിച്ച് ഇസ് ഇമച്വർ മഷ്റൂംസ്, അത് കംപ്ലീറ്റ് ആയിട്ട് വളരാത്ത ടെൻഡർ മഷ്റൂംസ്. ഓക്കെ, ടെൻഡർ മഷ്റൂംസും പാറിംഗ് നൈഫും. ഓക്കെ, ഇത് ഓൺ ദ കിച്ചൺ ടേബിൾ which shouldn't be there. Okay, അല്ലെങ്കിൽ അത് ഇൻവോക്ക് ചെയ്യുന്ന പെർട്ടിക്കുലർ മെമ്മറീസ് ഉണ്ടാവും. എ സെൻറ്റൻസ് ക്രൂസിങ് മൈ പാത്ത് സോഡൻ ആസ് എ ഫോളൻ ലോഗ് ഐ എം ഷുവർ ഐ പാസ് യെസ്റ്റർഡേ. ഇന്നലെ ഓർമ്മിച്ച അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കേട്ട ഒരു സെൻറ്റൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ വരുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിനുള്ളിലെ സർട്ടൻ മെമ്മറീസ് ആണ്, വിച്ച് വി മേ ഹാവ് റിപ്രസ്ഡ്, വിച്ച് വി മേ ഹാവ് repressed in this dark process of our mind, and suddenly if we take this particular journey we will get to know it or we will get to see it again. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഇന്നർ റിസസ് ഓഫ് മൈൻഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സൈക്കിളിലൂടെ നമ്മൾ അങ്ങനെ ഒരു യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഇറ്റ് വിൽ കം ബാക്ക് ടു us. That is one good thing. Have I been and but ഈ പറയുന്ന പോലെ ഒരിക്കൽ ഇന്നലെ ഞാൻ ഓർമ്മിച്ച ആ സെൻറ്റൻസ് അത് പിന്നെയും എന്താ ഇവളുടെ മുന്നിലേക്ക് വരുവാണ്. അപ്പോൾ അത് വരുമ്പോൾ ഷീ ഈസ് സഡൻലി കൺഫ്യൂസ്. ആം ഐ വാക്കിംഗ് ഇൻ സർക്കിൾസ്. നമ്മൾ കാട്ടിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ വി വിൽ വാക്ക് ഇൻ സർക്കിൾസ്. ദിശ തെറ്റിപ്പോയി കഴിഞ്ഞാലായിട്ട് നമ്മൾ ഒരു പോയിന്റിൽ തുടങ്ങി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുന്ന ആ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണോ ഞാൻ നേരത്തെയും ചെയ്തത്, അല്ലെങ്കിൽ ആം ഐ ഗോയിങ് ത്രൂ ദ സെയിം പാത്ത് എന്നാണ് ഇവിടെ പുള്ളിക്കാരി കൊണ്ട് ചെയ്യുന്നത്. Here it is contrasted with the similarities mentioned in the first stanza. Here she says that there are differences. You would have thought that you know the place or yourself, but in effect it seems different. നമ്മൾ വിചാരിക്കാം ഓഫ് കോഴ്സ് ഇത് വേറൊരു ഇൻ്റർപ്രിട്ടേഷനും കൂടെയാണ്. എന്താ നമുക്ക് പ്ലേസ് അറിയാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പോവുക, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ആസ് വെൽ. ദർ ആർ നോ റിലയബിൾ ചാർട്ട്സ് വിച്ച് വൺ ക്യാൻ ഫോളോ ടു റീച്ച് എ ഡെസ്റ്റിനേഷൻ. പ്രത്യേകിച്ച് റിലയബിൾ ചാർട്ട്സ് ഒന്നുമില്ല നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. ദർ ആർ ഡിസ്ട്രാക്ഷൻസ് അലോങ് ദ വേ. ഓക്കെ, അത് മാത്രമല്ല പല ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ സ്മോൾ ഡീറ്റെയിൽസ് ഇൻ ലൈഫ് ദാറ്റ് ഹാവ് ഇൻറ്റേർണൽ എഫക്റ്റ്. ആൻഡ് നമ്മുടെ ലൈഫിലുള്ള ആ ഒരു ഇൻറ്റേർണൽ എഫക്റ്റ് കൊണ്ടുവരുന്നത് എന്താണ്, ആ സ്മോൾ ഡീറ്റെയിൽസ് ആണ്. Small details can absorb much of her thinking if they have sufficient deep association. Okay, see, നിങ്ങൾ തന്നെ for example
if one has എന്തെങ്കിലും കുഞ്ഞിലെ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ എന്താ നമ്മൾ കാലങ്ങളോളം ചെന്നിട്ട് നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും. ആക്ച്വൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ലൈഫിൽ അതിൻ്റേതായ റിപ്പർക്കഷൻസ് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ അത് ആ ഒരു പെർട്ടിക്കുലർ തിങ് എന്തെങ്കിലും പെർട്ടിക്കുലർ തിങ് അതെപ്പോഴും നമ്മൾ അത് കാണുമ്പോൾ അത് ട്രിഗറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില വേർഡ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളപ്പോൾ എക്സ്റ്റേണലി നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഇന്നർ മൈൻഡിലോട്ട് നമ്മൾ യാത്ര ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചാൽ മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവർ ചെയ്യത്തില്ലേ, സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ഇതാണ് എന്ന് വെച്ചാൽ ഡീപ്പ് അസോസിയേഷൻസ് ഒക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു പേര് പറയുമ്പോൾ ആ പേരിന് ഈക്വേറ്റ് ചെയ്തിട്ടുള്ള വേർഡ് നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും വാട്ട് ഇറ്റ് ഈസ്. ഫോർ എക്സാമ്പിൾ മദർ എന്ന് പറഞ്ഞാൽ ലവ് എന്നായിരിക്കും അടുത്തത് നമ്മൾ ചിലപ്പോൾ പറയുക. അപ്പോൾ അത് കാരണം വെച്ചാൽ അമ്മ എന്ന് വെച്ചാൽ സ്നേഹം, അങ്ങനെയായിരിക്കും. ഓക്കെ, ബട്ട് ദെൻ ഇപ്പോൾ സംബഡി സേസ് ഓക്കെ മദർ എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ച് എന്തെങ്കിലും ലൈക്ക് ഇറിറ്റേഷൻ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദാറ്റ് മീൻസ് സംതിങ്. എന്ന് വെച്ചാൽ നമുക്കപ്പോൾ അമ്മയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേർഡ് ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ഹാവ് സം കൈൻഡ് ഓഫ് അൺറിസോൾവ്ഡ് ഇഷ്യൂസ് വിത്ത് അവർ മദർ. സി, ഇപ്പോൾ ഇതേപോലെ ഒരു സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാൻ പറ്റും, നമുക്കും നമ്മുടെ മൈൻഡിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ദ ഷൂ ഇൻഡിക്കേറ്റിംഗ് ക്രോസിംഗ് അനദേഴ്സ് ജേർണി വൈൽ വൈറ്റ് മഷ്റൂംസ് ആർ ഇമച്വർ മഷ്റൂംസ് ആൻഡ് പാറിംഗ് നൈഫ് ഈസ് യൂസ് ടു പീൽ ഫ്രൂട്ട് ടു മേക്ക് ഇറ്റ് എഡിബിൾ. വാട്ട് സിഗ്നിഫിക്കൻസ് ദീസ് ഹോൾ ഫോർ ദ പോയറ്റിസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ പോയറ്റിന് ഇതെന്തൊക്കെ മെമ്മറീസ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ബട്ട് ഇൻ അവർ ഡ്രീംസ് ആൻഡ് ഇൻ അവർ തോട്ട്സ് സംടൈംസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ട്രിവിയൽ തിങ്സ് മൈറ്റ് പോസ് എ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഫോർ അസ്. ഓക്കെ, നമ്മളെ തോട്ട്സിലായാലും ഡ്രീംസിലായാലും തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ദേ ആർ ഡിസ്ട്രാക്ഷൻസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ പോസ് സം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ അസ്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള, നമുക്ക് എന്തുകൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മളെ ഇതേപോലുള്ള ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്നിരിക്കും. A sentence crossing my path has double meaning. Life as a sentence, and the written sentence of the poet that is now wet as a fallen log, sodden as a fallen log, or wet as a fallen log, whereas yesterday it was more acceptable. ഇന്നലെ കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ, പക്ഷെ അത് ഇനി ഒന്നുകൂടെ എൻ്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ അതെന്താ പിന്നെയും വന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അതുമാത്രമല്ല that has made her think if she has been walking in circles again. ആ തിരിച്ച സർക്കിൾസിലാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ആ റിട്ടേൺ സെൻറ്റൻസ് ആണ്. Now, but mostly the danger. Many have been here, but only some have returned safely. Okay, പക്ഷേ ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മൾ ഈ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അൺചാർട്ടഡ് ടെറൈനിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഓഫ് കോഴ്സ് ദർ ആർ ഡേഞ്ചേഴ്സ് അല്ലേ, ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ടാവാം. മെനി ഹാവ് ബീൻ ഹിയർ ബട്ട് ഓൺലി സം ഹാവ് റിട്ടേൺ സേഫ്ലി. ഒരുപാട് പേര് വന്ന് പോയിട്ടുണ്ട് ഈ പ്ലേസസിൽ, പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ തിരിച്ച് സേഫ്ലി റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. എഗെയിൻ ഇവിടെ നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു ജേർണി എടുത്തു കഴിഞ്ഞാൽ ദർ ആർ ഡേഞ്ചേഴ്സ് ഇൻവോൾവ്. ആൻഡ് ഒരുപാട് പേര് അങ്ങനെ ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ സ്വന്തം മനസ്സിലേക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള യാത്രയിൽ ഇറങ്ങി തിരിച്ച് ഒരുപാട് പേരുണ്ടാവും. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമാണ് തിരിച്ച് സേഫ്ലി റിട്ടേൺ ആയിട്ടുള്ളത്. This journey could be dangerous too, as the search for self is circulating into deep depression to the extent of self-danger. നേരത്തെ പറഞ്ഞില്ലേ, could have been traveling in circles. നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് ട്രാവലിംഗ് ഇൻ സർക്കിൾസ് ഇസ് ലൈക്ക് ഹാവിങ് മെൻ്റൽ ഇഷ്യൂസ്. നമ്മൾ ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ലതല്ല എന്നുള്ളതിന് ഒരു ലക്ഷണമാണ് ട്രാവലിംഗ് ഇൻ സർക്കിൾസ് ഇൻ അവർ മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസും നമ്മൾ അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ
യുനോ സോളിനെ കുറിച്ചൊക്കെ നമ്മളങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാലായിട്ട് പലതരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് നമ്മൾ നേരെയല്ല നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ലൈക്ക് ഒരുപാട് പേർക്കും അങ്ങനെയാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. അങ്ങനെയാണ് ലൈക്ക് അവർ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും തന്നെ വരാനായിട്ട് പാടില്ല. പോയിറ്റ് നോസ് വിത്തിൻ ഓഫ് ദിസ് ഡേഞ്ചർ ഹൈനിക് സെൽഫ് നോളജ് ഗിവൻ ദ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, സെൽഫ് നോളജ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് അതാണ് പറയുന്നത്. വെൻ വി think too deep we may get stuck and develop mental issues like depression. And ഒരു റിസൾട്ട് just an example ഞാൻ പറയുന്നതാണ്, like depression. Okay. Now a compass is useless. Also, trying to take directions from the movements of the sun, which are erratic, and words here are as pointless as calling in a vacant wilderness. And it could be dangerous because you could easily get stuck in the കാരണം ഈ പറഞ്ഞ ഡേഞ്ചറസ് ആണ്. ഓക്കെ, ആൻഡ് ഡേഞ്ചറസ് ആകുന്നതിൻ്റെ വേറൊരു റീസൺ എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഈസിലി യു കുഡ് ഈസിലി ഗെറ്റ് സ്റ്റക്ക് ദർ. പെട്ടെന്ന് നമുക്ക് അവിടെ അങ്ങ് പെട്ടുപോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ നമ്മളങ്ങ് പെട്ടുപോകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. ആസ് ദർ ആർ നോ കോമ്പസ് ഡിറക്റ്റ്. അവിടെ നമ്മൾ റിയൽ ലൈഫിലെ ജേർണി പോലെ എന്താ കോമ്പസ് ഇല്ല നമ്മൾ ഡിറക്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ സണ്ണിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ഡിറക്ഷൻ നോക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്, സണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇറാറ്റിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൺ എന്ന് പറയുന്ന ഒരു പക്ഷേ എനി ലൈറ്റ് വിച്ച് ഹാഡ് ഹിതർ ടു ഗൈഡഡ് ദ പേഴ്സൺ ആയിരിക്കാം അവിടെ പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ നമ്മളെ എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ചില ഫോഴ്സസ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് സംടൈംസ് when we start thinking into our inner recesses of our mind, sometimes ഈ പറയുന്ന നമ്മൾ അങ്ങനത്തെ ഗൈഡിങ് ലൈറ്റ് പോലും നമുക്ക് എപ്പോഴും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങോട്ട് നോക്കണമെന്ന് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഇറ്റ് ഇസ് എറാറ്റിക് ആൻഡ് കുഡ് മേക്ക് ഗോ ഇൻ സർക്കിൾസ്. ആൻഡ് ഓഫ് കോഴ്സ് എറാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പോയിൻറ്റ്ലെസ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. വേർഡ്സ് ഇൻ വൺസ് ഓൺ മൈൻഡ് ആർ പോയിൻറ്റ്ലെസ്. There are more images than words in, and words എന്ന് പറയുന്നത് എന്താണ്, വേക്കൻ്റ് ആണ്, പോയിൻറ്റ്ലെസ് ആണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞ് ഇല്ല നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിനക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പുറമേയുള്ള ലൈഫിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ അകത്തുള്ള ലൈഫിൽ നമുക്ക് വേർഡ്സ് ഇറ്റ് ഈസ് മീനിങ്ലെസ്. അവിടെ ഈ മെൻ്റൽ ഇമേജസ് ആണ് നമുക്ക് കിട്ടുക റാദർ ദാൻ വേർഡ്സ്. സോ വേർഡ്സ് ആർ കമ്പയർഡ് ടു ഡെസേർട്ട് വിൽഡർനെസ്. ആൻഡ് വേർഡ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു ഡെസേർട്ട് വിൽഡർനെസ് പോലെയാണ് അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. Whatever I do, I must keep my head. I know it is easier for me to lose my way forever here than in other landscape. And she knows to keep her head. Means എന്താ, തൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി അതങ്ങനെ തന്നെ ചിന്തിച്ച് കൂടുതലും ഉള്ളിലോട്ട് പോകരുത്, അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി പോകരുത് എന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് പുള്ളിക്കാരി ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഇറ്റ് ഈസ് ഈസിയർ ഫോർ, എനിക്കറിയാം പെട്ടെന്ന് തൻ്റെ ഈ ഒരു മനസ്സിനുള്ള വഴി തെറ്റി പോകാനുള്ള ചാൻസ് വളരെയുണ്ട് എന്നും പുള്ളിക്കാരിക്ക് അറിയാം. ദാൻ ഇൻ അതർ ലാൻഡ്സ്കേപ്പ്, മറ്റുള്ള നമ്മൾ റിയൽ ലാൻഡ്സ്കേപ്പിൽ വഴി തെറ്റുന്ന പോലെയല്ല, അതിനേക്കാളും എളുപ്പത്തിൽ തൻ്റെ മനസ്സിനുള്ളിൽ ലാൻഡ്സ്കേപ്പിൽ വഴിതെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പോയറ്റസിന് അറിയാം. The solution is internal, to stay focused and rational, keep my head, a double meaning in a very real sense. One should not get stuck in the recesses of their own mind, and the poet says that it is easier to lose in the recesses of one's mind than in other landscapes. മറ്റുള്ള ലാൻഡ്സ്കേപ്സിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നതിനേക്കാളും വളരെ ഈസിലി നമ്മൾ സ്റ്റക്കായി പോകുന്നൊരു പ്ലേസ് ആണെന്നത് അറിയാം. അതുകൊണ്ട് തന്നെ ഷീ നോസ് ടു ഹൗ ടു സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് റാഷണൽ ടു കീപ്പ് ഹർ head actually. Okay, അപ്പോൾ this is the poem. Hope you understood. Okay, thank you.